ഇന്നത്തെ ദീർഘനേരമായി രാവിലെ 9:30 മണി മുതൽ നടക്കുന്ന ഇന്നത്തെ സോണൽ മത്സരത്തിൽ പരിസമാപ്തിയിലേക്ക് എത്തിയിരിക്കുകയാണ്. എല്ലാവരും റിസൾട്ടിന് വേണ്ടി ആകാംക്ഷയായി കുറച്ചു നേരം കൂടെ കാത്തിരിക്കണം. ആ സമയം കൊണ്ട് നമ്മൾ ഇന്ന് പാർട്ടിസിപ്പൻസ് സർട്ടിഫിക്കറ്റ് നൽകുന്നതാണ്. ഞാൻ പേര് വിളിക്കുന്നതനുസരിച്ച് പാർട്ടിസിപ്പൻസ് സ്റ്റേജിലേക്ക് വരണം. വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റേജിൽ തന്നെ നിൽക്കണം. ഏറ്റവും അവസാനത്തെ കാൻഡിഡേറ്റ് വന്നതിന് ശേഷം മാത്രമേ നിങ്ങൾ പോകാവൂ എന്ന് അഭ്യർത്ഥിക്കുന്നു. ആദ്യമായി സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്നതിന് എയിമ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് MK ഗോവിന്ദനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി എയിമ സംസ്ഥാന സെക്രട്ടറി ശ്രീ രാജൻ ശാമുവലിനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി എയിമ സംസ്ഥാന ട്രഷറർ ശ്രീ T മാധവനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി എയിമ പ്രോജക്റ്റ് ചെയർമാൻ സജി വർഗീസിനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി ശ്രീമതി PR സ്മിതയെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി കർണാടക യൂത്ത് വിംഗ് എയിമയുടെ കർണാടക യൂത്ത് വിംഗ് കൺവീനർ ഡോക്ടർ നകുലിനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി എയിമ വോയിസ് കർണാടക കൺവീനർ ബിനു VR ബിനുവിനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ബിനു VR. അടുത്തതായി എയിമ വോയിസ് തെലുങ്കാന കൺവീനർ വിജയകുമാർ മേനോനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി എയിമ വോയിസ് തെലുങ്കാന കോ കൺവീനർ ഗീത സുരേഷിനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ആദ്യമായി ജൂനിയർ വിഭാഗം ചെസ് നമ്പർ 101 അനുഷ്ക PM അഡ്വക്കേറ്റ് ഗോവിന്ദനിൽ നിന്ന് ഏറ്റുവാങ്ങണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അടുത്തതായി ചെസ് നമ്പർ 102 അന്യ ജോസഫ്. അടുത്തതായി ചെസ് നമ്പർ 103 ഗൗരി മനോജ്. അടുത്തതായി ചെസ് നമ്പർ 104 ജിയന മറിയം അരുൺ അഡ്വക്കേറ്റ് ഗോവിന്ദൻ അവരിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അടുത്തതായി ചെസ് നമ്പർ 105 കൃഷ്ണ VS ശ്രീ രാജൻ ശാമുവൽ സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അടുത്തതായി 106 നിത്യശ്രീ ജോയേഷ്. അടുത്തത് 107 പർവണ ശ്രീജിത്ത് ശ്രീ രാജൻ ശാമുവൽ സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അടുത്തത് ചെസ് നമ്പർ 108 പൂജ അരവിന്ദ്. വീണ്ടും രാജൻ ശാമുവൽ പ്രൈസ് നൽകുന്നതായിരിക്കും. അടുത്തത് 109 ഋതുദേവ് R. PR സ്മിത. ഓക്കെ, രാജൻ ശാമുവൽ സമ്മാനം നൽകുന്നതായിരിക്കും. പ്രൈസ് സർട്ടിഫിക്കറ്റ് നൽകുന്നതായിരിക്കും. അടുത്തത് രോഹൻ പ്രശാന്ത് 110 മിസ് സ്മിത അവർകളോട് സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് അഭ്യർത്ഥിക്കുന്നു. അടുത്തത് 111 വിവാൻ അജയ് മേനോൻ. അടുത്തത് സീനിയർ വിഭാഗമാണ്. ചെസ് നമ്പർ 201 അഭിഷേക് വിനോദ് ശ്രീ സജി വർഗീസ് സർട്ടിഫിക്കറ്റ് നൽകുന്നതായിരിക്കും. 201 അഭിഷേക് വിനോദ്. അടുത്തത് 202 ആദിത് വിൽസൺ. 202 ആദിത് വിൽസൺ സജി വർഗീസ് സർട്ടിഫിക്കറ്റ് നൽകുന്നതായിരിക്കും. അടുത്തത് 203 അമൃത നായർ. സജി വർഗീസ് വീണ്ടും സർട്ടിഫിക്കറ്റ് നൽകുന്നതായിരിക്കും. ഡോക്ടർ നകുലിനെ ക്ഷണിക്കുകയാണ് സർട്ടിഫിക്കറ്റ് നൽകുന്നതിന്. ഭദ്ര കെ 204
അടുത്തത് 205 സി അക്ഷര, വീണ്ടും നകുലിൻ്റെ കയ്യിൽ നിന്നും സർട്ടിഫിക്കറ്റ് വാങ്ങണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അടുത്തത് 206 എമിലിൻ ടോംസ്. 207 ഋത്തിക മനോജ്, വീണ്ടും നകുലിൻ്റെ കയ്യിൽ നിന്നും സർട്ടിഫിക്കറ്റ് വാങ്ങി. അടുത്തതായി സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് ബിനു വി ആറിനെ ക്ഷണിക്കുകയാണ്. 208 ആതിര, കെ ആതിര. അടുത്തത് കൃഷ്ണാനന്ദ് ആർ. 209 നിത്യശ്രീ വരൂ. നിത്യശ്രീ ജൂനിയർ 106 നിത്യശ്രീ വന്നിട്ടുണ്ട്. നിത്യശ്രീ സ്റ്റേജിൽ വന്ന് വിജയകുമാർ മേനോനെ ക്ഷണിക്കുകയാണ് സമ്മാനദാനത്തിനായി, സർട്ടിഫിക്കറ്റ് ദാനത്തിനായി. അടുത്തതായി 210 പാർവതി എസ് പ്രസാദ് സീനിയർ. വിജയകുമാർ മേനോൻ സർട്ടിഫിക്കറ്റ് നൽകുന്നതാണ്. അടുത്തതായി വിഭ മേനോൻ 212 വിധു അരുൺ. അടുത്തത് സൂപ്പർ സീനിയറാണ്. ഗീത സുരേഷിൻ്റെ കയ്യിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങുന്ന 301 അനുപമ അരവിന്ദ്. അടുത്തത് 302 അരവിന്ദ് ജോഷി. അടുത്തത് 303 അരുൺ ടോം. 304 ഡോക്ടർ അമൃതരാജ് എസ്. മാധവൻ എയിമ ട്രഷറർ ടി മാധവൻ സമ്മാനദാനം നൽകുന്നതാണ്. 306 മഹേഷ് നെടുമ്പാൻ സൂപ്പർ സീനിയർ. 307 NS രാമസ്വാമി. മാധവൻ സർട്ടിഫിക്കറ്റ് നൽകുന്നതാണ്. അടുത്തത് 308 പ്രവീൺ MK, വീണ്ടും മാധവൻ സർട്ടിഫിക്കറ്റ് നൽകുന്നതാണ്. അടുത്തത് 309 RS ജനീഷ്, വീണ്ടും അഡ്വക്കേറ്റ് ഗോവിന്ദൻ സർട്ടിഫിക്കറ്റ് നൽകുന്നതാണ്. അടുത്തത് 310 രശ്മി മോഹൻ സർട്ടിഫിക്കറ്റ് നൽകാൻ സെക്രട്ടറി രാജൻ ശാമുവിനോട് അഭ്യർത്ഥിക്കുന്നു. അടുത്തത് 311 സാരംഗി സുരേഷ് സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് സ്മിത PR സ്മിതയോട് അഭ്യർത്ഥിക്കുന്നു. അടുത്തത് 312 ശരത് ശശിധരൻ സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് സജി വർഗീസിനോട് അഭ്യർത്ഥിക്കുന്നു. അടുത്തത് TK സുജിത്ത് ആണ്. സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് ഡോക്ടർ നകുലിനോട് അഭ്യർത്ഥിക്കുന്നു. വിഷ്ണു S സർട്ടിഫിക്കറ്റ് നൽകുവാൻ ബിനു വി ആറിനോട് അഭ്യർത്ഥിക്കുന്നു. സർട്ടിഫിക്കറ്റ് നൽകിയ ഭാരവാഹികൾക്കെല്ലാം നന്ദി. ദൂര സ്ഥലങ്ങളിൽ നിന്ന് കുഞ്ഞുമക്കൾ തൊട്ട് വലിയ ആൾക്കാർ വരെയും വന്ന് പങ്കെടുത്ത് വിജയിപ്പിച്ച ഈ പരിപാടിക്ക് നല്ലൊരു കയ്യടിയോട് കൂടി നമുക്ക് തുടങ്ങാം. 6 സംസ്ഥാനങ്ങളിൽ നിന്നായി 36ഓളം ഗായകർ 72ഓളം ഗാനങ്ങളാണ് ഇന്നിവിടെ മനോഹരമായ ഒരു മഴ പോലെ ഇടതടവില്ലാതെ പെയ്തിറങ്ങിയത്. ഓരോ ഗായകരുടെയും കഴിവിനെയും പുറത്തെത്തിക്കുന്നതിൽ എയിമ വോയിസിൻ്റെ പങ്ക് ചെറുതൊന്നുമല്ല. പരിപാടിയുടെ അവസാന ഘട്ടത്തിലെത്തുകയാണ് നമ്മളിപ്പോൾ. വിജയികളെ പ്രഖ്യാപിക്കൽ ചടങ്ങിലേക്ക് കടക്കുകയാണ്. ഫലപ്രഖ്യാപനത്തിനും സമ്മാനദാന ചടങ്ങിലേക്കുമായി നമുക്ക് നമ്മുടെ വിശിഷ്ടാതിഥികളെ ക്ഷണിക്കാം.
ആദ്യമായി മെഡിമിക്സിൻ്റെ സാരഥിയും എയ്മയുടെ രക്ഷാധികാരിയുമായ ഡോക്ടർ AV അനൂപ് അവർകളെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നല്ലൊരു കയ്യടിയോടുകൂടി തന്നെ അദ്ദേഹത്തെ നമുക്ക് വേദിയിലേക്ക് ആനയിക്കാം. അടുത്തത് എയ്മ തമിഴ്നാട് ഘടകം ചെയർമാൻ ശ്രീ മിസ്റ്റർ ശിവദാസൻ പിള്ളை അവർകളെയും ബഹുമാനപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കയ്യടിക്കൊന്നും ശക്തി പോരാ, എന്തു പറ്റി? അംബിക ചിത്ത് സാരഥി ശ്രീമാൻ അംബിക ശിവകുമാർ അവർകളെയും വേദിയിലേക്ക് സഹൃദയം സ്വാഗതം ചെയ്യുന്നു. എയ്മ തമിഴ്നാട് ഘടകം പ്രസിഡന്റ് അഡ്വക്കേറ്റ് MK ഗോവിന്ദൻ അവർകളെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി എയ്മ തമിഴ്നാട് ഘടകം സെക്രട്ടറി ശ്രീ രാജൻ സാമുവൽ അവർകളെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി എയ്മയുടെ സീനിയർ വൈസ് പ്രസിഡന്റ് മിസ്റ്റർ വിനോദ് ദിവാകരൻ അവർകളെയും സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എയ്മ വോയിസ് കമ്മിറ്റി മെമ്പർ മിസസ് ലതാ തമ്പൂതിരി അവർകളെയും സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി അർമദ ചിറ്റ്സ് MD മിസ്റ്റർ VK രാമകൃഷ്ണൻ അവർകളെയും സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മലയാളി ക്ലബ് പ്രസിഡന്റ് മിസ്റ്റർ NR പണിക്കർ സർ അവർകളെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തത് എയ്മ തമിഴ്നാട് ഘടകം ട്രഷറർ മിസ്റ്റർ T മാധവൻ അവർകളെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. എയ്മ നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ മിസ്റ്റർ RK ശ്രീധരൻ അവർകളെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അടുത്തത് എയ്മ തമിഴ്നാട് ഘടകം പ്രോജക്ട് ചെയർമാൻ മിസ്റ്റർ സജി വർഗീസ് അവർകളെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. എയ്മ കർണാടക ഘടകം വിമൻസ് വിംഗ് കൺവീനർ സന്ധ്യ അനിൽ അവർകളെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വൈസ് പ്രസിഡന്റ് നന്ദകുമാർ അവർകളെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇനി നമ്മുടെ പ്രിയ ജഡ്ജസ് ശ്രീ കാവാലം ശ്രീകുമാർ സർ അവർകളെയും ശ്രീമതി ഗംഗ സിത്തരസ് അവർകളെയും വേദിയിലേക്ക് ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പരിപാടിയുടെ അടുത്ത ഘട്ടമായി ഏതാനും വാക്കുകൾ സംസാരിക്കുവാൻ വേണ്ടി അനൂപ് സാറിന് മൈക്ക് കൈമാറുകയാണ്. എല്ലാവർക്കും നമസ്കാരം. എയ്മ 2025 ഈ സംഗീത പരിപാടി വോയിസ് 2025 വളരെ മനോഹരമായി ഇവിടെ സംഘടിപ്പിച്ചു. എയ്മയുടെ സംഘടനാ പ്രവർത്തനവും കാരുണ്യ പ്രവർത്തനങ്ങൾക്കുമിടയിൽ ഇങ്ങനെ കലാ സംഗീത പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്നത് കാണുമ്പോൾ അതിയായ സന്തോഷമുണ്ട്. എയ്മയുടെ ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ, ആദ്യത്തെ സെക്രട്ടറി എന്ന നിലയിൽ എയ്മയുടെ വളർച്ചയിൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന എയ്മയുടെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ എനിക്ക് അഭിമാനമുണ്ട്. ഇതിന് പ്രവർത്തനത്തിന് മുൻതൂക്കം കൊടുക്കുന്ന തമിഴ്നാട് ഘടകത്തിൻ്റെ എല്ലാ ഭാരവാഹികളെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. എയ്മ വോയിസിന് പ്രത്യേകം കൈകാര്യം ചെയ്യുന്ന ശ്രീ PN ശ്രീകുമാറിനെ അഭിനന്ദിക്കുകയാണ്. ഇന്നിവിടെ ഈ മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ആശംസകളും അവരുടെ നല്ല പാട്ടുകൾ പാടി നമ്മളെല്ലാം സന്തോഷിപ്പിച്ചതിന് അവരെയും അഭിനന്ദിക്കുന്നു. ആര് വിജയിക്കുന്നു എന്നുള്ളതല്ല, എല്ലാവരും വിജയിച്ചതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ കേരളത്തിന് പുറത്ത് ജീവിക്കുന്ന നമ്മുടെയൊക്കെ ഈ പ്രവർത്തനത്തിൽ പങ്കാളികളാകാൻ വേണ്ടി പല സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന നിങ്ങളെ ഓരോരുത്തരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ഏതാനും വാക്കുകൾ പറയാൻ ശിവദാസൻ പിള്ള സാർക്ക് മൈക്ക് കൈമാറുന്നു. എല്ലാവർക്കും നമസ്കാരം. എയ്മയുടെ ഈ പരിപാടി വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന പരിപാടിയാണിത്. ഏതാണ്ട് 4-5 വർഷം മുന്നേ പരിപാടി ഒരു 3-4 വർഷം നടന്നു. അതിനുശേഷം തിരിച്ചും നമ്മളെ PN ശ്രീകുമാർ ഇങ്ങനെ ഒരു പരിപാടി ആരംഭിച്ചു. ഇതുകൊണ്ട് എത്ര കുട്ടികൾക്ക് സ്റ്റേജ് കിട്ടുകയും അവരുടെ കഴിവ് തെളിയിക്കാനും സാധിച്ചു. എയ്മായി ഈ പരിപാടി നടത്തുന്നതിൽ സത്യത്തിൽ വളരെ സന്തോഷമുണ്ട്. ഇതിൽ മുന്നിൽ നിന്ന് നടത്തുന്ന PM ശ്രീകുമാർക്ക് എൻ്റെ അഭിനന്ദനങ്ങൾ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്തത് ഏതാനും വാക്കുകൾ സംസാരിക്കുവാൻ NR പണിക്കർ സാറോട് അഭ്യർത്ഥിക്കുകയാണ്. മലയാളി ക്ലബിൻ്റെ ഓഡിറ്റോറിയം ഉപയോഗിച്ച്
എയ്മ ഈ പ്രോഗ്രാം നടത്തിയതിൽ എനിക്ക് അഗൈതവമായ നന്ദിയുണ്ട്. അതുമാത്രമേ ഈ വൈകിയ വേളയിൽ ഇവിടെ പറയാനുള്ളൂ. താങ്ക് യു. അടുത്തത് എയ്മ തമിഴ്നാട് ഘടകം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഗോവിന്ദ സാറിനോടും 2 വാക്ക് സംസാരിക്കാൻ താല്പര്യപ്പെടുകയാണ്. എല്ലാവർക്കും നമസ്കാരം. വളരെ വളരെ സന്തോഷമാണ് എയ്മ വോയ്സിൻ്റെ സൗത്ത് സോൺ ഇവിടെ നടക്കുന്നത്. ചെന്നൈയിൽ ശ്രീകുമാർ സാർ സെലക്ട് ചെയ്തതിന് ആദ്യം നമ്മൾക്ക് ഇതിന് ഒരു ഭാഗ്യം കിട്ടി. ആദ്യമം സൗത്ത് സോൺ ചെന്നൈയിൽ നടത്തിയിട്ടുണ്ട് മുമ്പ്. എയ്മ വോയ്സ് ശരിക്കും തുടങ്ങിയത് കർണാടകയിൽ വിനോദ് സീനിയർ വൈസ് പ്രസിഡൻ്റാണ്. അതിനെ പിന്നെ ചുക്കാൻ പിടിച്ചെന്ന് നമ്മൾ എയ്മ വോയ്സിൻ്റെ ചെയർമാനായിട്ട് ഓൾ ഇന്ത്യ ലെവലിൽ PN ശ്രീകുമാർ എടുത്തിട്ടാണ് എല്ലാ സ്റ്റേറ്റും പരിപാടികൾ നടക്കണം. കുറേ കുട്ടികൾ നല്ല നല്ല സ്റ്റാൻഡേർഡിൽ ഈ ജഡ്ജിമാർ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത് അറിയില്ല. കാരണം അത്രയും നന്നായിട്ട് ഓരോരുത്തരും പാട്ട് പാടി. എന്തായാലും നമ്മളുടെ ഇടയിൽ വലിയ സാറ് വന്നിട്ടുണ്ട്, കാവാലൻ സാറ്, പിന്നെ മാഡം ഗംഗ മാഡം വലിയ പാട്ടുകാരിയാണ്. നമ്മൾ കുറേ പാട്ടുകളൊക്കെ ദിവസം കാണുന്നതാണ്, കേൾക്കുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ ബാക്കിയുള്ള അനൂപ് സാറ് വലിയ ഒരു പ്രൊഡ്യൂസറാണ്, ഡ്രമാറ്റിസ്റ്റാണ്, ഇൻഡസ്ട്രിയലിസ്റ്റാണ്. ശിവദാസൻ പിള്ള ഞങ്ങളുടെ ചെയർമാനാണ്, മുൻ പ്രസിഡൻ്റാണ്. പിന്നെ പണിക്കർ സാറ് ഒരു സകലകല വല്ല കൾച്ചറിലും ഇവിടെ ഒരു പാട്ടിൻ്റെ പാലാഴിയും പറഞ്ഞ് നടക്കുന്ന ആളാണ് പ്രസിഡൻറ്റ്. പിന്നെ ശ്രീധരേട്ടനും മാഡത്തിനും ഞങ്ങളുടെ സെക്രട്ടറി ശ്യാമൽ സാറിനും ഞങ്ങളുടെ സൗത്ത് സോണിൻ്റെ വൈസ് പ്രസിഡൻറ്റ് നെല്ലൂർ നന്ദകുമാർ സാറിനും ട്രഷറർ മാധവനും പ്രോജക്റ്റ് ചെയർമാൻ സജീവ് വർഗീസും മറ്റ് എല്ലാ ഭാരവാഹികൾക്കും ഇത്രയ്ക്ക് ഒരു നല്ല ഫംഗ്ഷന് ഇത്രയും പേര് എത്തിച്ചേരാൻ ഒരു സമയത്ത് കിട്ടിയത് തന്നെ ഒരു നമ്മൾക്കെല്ലാം ഒരു ഭാഗ്യമാണ്. സോ നോ വേർഡ്സ് ടു താങ്ക് യു ആൾ. സോ ജസ്റ്റ് വെയിറ്റിംഗ് ഫോർ ദ വിന്നേഴ്സ് റിസൾട്ട്, ഈഗർലി വെയിറ്റിംഗ്. താങ്ക് യു. അടുത്തതായി ഏതാനും വാക്കുകൾ പറയുവാൻ ബിനു ദിവാകരൻ അവர்களോടും. എല്ലാവർക്കും നമസ്കാരം. ഈ സ്റ്റേജിൽ ഇങ്ങനെ നിങ്ങളോടൊപ്പം നിൽക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം ഇതേ സ്റ്റേജിൽ 2ാമത്തെ പ്രാവശ്യമാണ് ഐമ വോയിസുമായിട്ട് നിൽക്കുന്നത്. ഐമ വോയിസ് 2011 കർണാടകയിൽ തുടങ്ങിയതാണെങ്കിലും അത് വിപുലമായി നാഷണൽ പ്രോഗ്രാമായി മാറി ഒരു തമിഴ്നാട്ടിൽ നിന്നും തിരിച്ച് ബാംഗ്ലൂരിന് ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗ് കഴിഞ്ഞ് തമിഴ്നാട്ടിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് പോകുന്ന ഒരു യാത്രയിൽ തുടങ്ങിയതാണ് ഐമ വോയിസ്. കാരണം അന്നേരമാണ് തീരുമാനിക്കുന്നത് പ്രവാസികളായ മലയാളി കുട്ടികൾക്ക് പാടാനുള്ള അവസരങ്ങൾ. അന്ന് സ്റ്റാർ സിംഗർ പോലുള്ള ഗംഭീരമായ പരിപാടികൾ TV യിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന കാലത്ത് പ്രവാസി കുട്ടികൾക്ക് ചാൻസ് കിട്ടാതെ ബുദ്ധിമുട്ടി നിൽക്കുന്നത് കൊണ്ട് അവർക്ക് വേണ്ടി ഒരു സംരംഭം തുടങ്ങണം എന്ന് മനസ്സിൽ വരികയും അന്ന് കർണാടക സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന വിനോദ് തോമസും പ്രസിഡൻ്റായിട്ടിരുന്ന ഞാനും കൂടി പ്ലാൻ ചെയ്തുകൊണ്ട് തുടങ്ങി വെച്ച ഒരു സംരംഭം അത് ഈ ലെവൽ വരെ എത്തി നിൽക്കും എന്ന് വിചാരിച്ചതേയില്ല. ഇന്ന് ഇവിടെ ഇത്രയും വലിയൊരു ഗംഭീരമായ പരിപാടി നടത്താൻ മുന്നിട്ടിറങ്ങിയ ശ്രീയേട്ടന് എൻ്റെ അഭിനന്ദനങ്ങൾ. ശ്രീയേട്ടനോടൊപ്പം സഹകരിച്ച തമിഴ്നാട് ഘടകം യൂണിറ്റിനും എൻ്റെ എല്ലാ അഭിവാദ്യങ്ങളും. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ. നേരത്തെ സാറ് പറഞ്ഞതുപോലെ ആരും തോറ്റിട്ടില്ല. നമുക്ക് സെലക്ട് ചെയ്യാൻ നിർവാഹം 2-3 പേരേ ഉള്ളൂ എങ്കിലും എല്ലാവരും ജയിച്ചതായിട്ട് കരുതുക. അടുത്ത സീസണിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ഏതാനും വാക്കുകൾ സംസാരിക്കാൻ നന്ദകുമാർ സാറിനോടും. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ എയ്മയുടെ ആദ്യത്തെ സൗത്ത് റീജിയൻ സോണിൻ്റെ പരിപാടിയാണ് തമിഴ്നാട്ടിൽ നടന്നത്. എന്തായാലും ഇവിടെ ഈ തമിഴ്നാട് ഘടകത്തിനും ഇതിലും ഈ പരിപാടി വിജയിപ്പിച്ച 6 സ്റ്റേറ്റിലെ മത്സരാർത്ഥികൾ വന്ന് ഈ പരിപാടിയിൽ പങ്കെടുത്തതിന് എല്ലാവർക്കും നന്ദിയും ആശംസകളും അർപ്പിക്കുന്നു. നമസ്കാരം. സ്റ്റേജിലുള്ള എല്ലാവർക്കും നമസ്കാരം, നന്ദി. ഒപ്പം ഇന്ന് രാവിലെ മുതൽ ഈ പരിപാടിക്ക് സാക്ഷ്യം വഹിക്കാൻ എത്തിയവരും ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദിയും നമസ്കാരവും. ഇന്നത്തെ ഈ ദിവസത്തിൻ്റെ സുപ്രധാനമായ ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഫലപ്രഖ്യാപനം. ഫലപ്രഖ്യാപനം ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് 2 വിധികർത്താക്കൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. ശ്രീ കാവാലം ശ്രീകുമാർ. ആദ്യമേ തന്നെ ഈ ഫ്ലവേഴ്സ് ടിവിയും എയ്മയും കൂടെ ചേർന്നൊരുക്കുന്ന ഈ
കുട്ടികൾക്കായിട്ടുള്ള ഈ കോമ്പറ്റീഷൻ അതിൻ്റെ ഒരു ഘട്ടം ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു എയിമമായിട്ട് ഇതിന് മുമ്പൊരു 3 തവണയെങ്കിലും അല്ലേ ഞാനും ഉണ്ടായിരുന്നു, അതിൽ ഭാഗമായിരുന്നു. ഇവിടെ നടന്ന ഈ ഒരു കോമ്പറ്റീഷനിൽ 2 റൗണ്ടായിരുന്നു, നമുക്കറിയാമല്ലോ. അപ്പോൾ അതിൽ ആദ്യത്തെ റൗണ്ട് മാത്രം ഉണ്ടായിരുന്നെങ്കിൽ കിട്ടാമായിരുന്ന വ്യക്തികളല്ല രണ്ടാമത്തെ റൗണ്ടും കൂടെ ചേർന്ന് അത് കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. കാരണം ഈ 2 റൗണ്ടും ഒരുപോലെ കൈകാര്യം ചെയ്യാനുള്ള പ്രാപ്തി ചിലർക്ക് ഒരു റൗണ്ടിൽ ആദ്യത്തെ ഇത് മാത്രമേ പറ്റുള്ളൂ, മറ്റവർക്ക് രണ്ടാമത്തെ സെമി ക്ലാസിക്കൽ കുറച്ച് കൂടുതൽ പ്രൊഫഷൻസി കാണും. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഘടകമാണ് ഇതിനകത്ത് വാല്യുവേഷൻ അല്ലെങ്കിൽ പ്രൈസ് നിർണ്ണയിക്കുന്നതിൽ നമ്മൾ സ്വീകരിച്ചത്. അത്രേ പറ്റുള്ളൂ, ഓരോന്നിനെയും അതേ രീതിയിൽ കാണുക, ഓരോ റൗണ്ടിനെയും. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ വളരെയധികം ടാലൻറ്റഡ് ആയിട്ടുള്ള കുറേ കുട്ടികൾ ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായൊരു കാര്യമാണ്. അത് അവർക്ക് നിറയെ ചാൻസുകൾ കിട്ടട്ടെ. കാരണം സംഗീതത്തിൽ ഏറ്റവും അധികം അവർക്ക് സന്തോഷം വരിക, ആൾക്കാർ കൂടുതൽ അവരെ അറിയപ്പെടുക, നിങ്ങളവരെ പ്രോത്സാഹിപ്പിക്കുക. അതാത് സോണിലുള്ളവരും നിങ്ങളെല്ലാവരും ചേർന്ന്, എല്ലാ സോണും ചേർന്ന് ഇവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കണം. കാരണം മറുനാട്ടിൽ കഴിയുന്ന ഈ കുട്ടികൾക്ക് അവരുടെ സംഗീത സബരിയ തുടരുന്നതിന് നിങ്ങൾ വലിയൊരു ഘടകമാണ്, ഇതിൻ്റെ ഓർഗനൈസേഴ്സും ഇവിടുത്തെ ജനങ്ങളും മറ്റ് മലയാളി സുഹൃത്തുക്കളൊക്കെ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും അവർക്ക് എല്ലാവിധ പ്രോത്സാഹനങ്ങളും നിങ്ങൾ നൽകുമെന്ന് ഉറപ്പാണ്. കാരണം പണ്ടുള്ള ഞാൻ പങ്കെടുത്ത പല കുട്ടികളും നമുക്ക് പിന്നീട് വളരെ വളരെ ഫേമസായി ഉള്ളവരുണ്ട്, അറിയപ്പെടുന്ന കുട്ടികളുണ്ട്. ഏതായാലും ഒന്നുകൂടെ ഞങ്ങളെ ഇതിനെ ക്ഷണിച്ചതിന് ഒന്നുകൂടെ ഇതിൻ്റെ ശ്രീകുമാറിനെ ഞാൻ വളരെയധികം നന്ദി പറയുന്നു. അദ്ദേഹമാണ് ഞങ്ങളെയൊക്കെ ഒന്ന് കോൺടാക്റ്റ് ചെയ്തത്. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഞാനിത് ആദ്യമായിട്ടാണ് എയിമായിട്ട് അസോസിയേറ്റഡ് ആയിരിക്കുന്നത്. അതിനാദ്യം തന്നെ ശ്രീകുമാർ സാർക്ക് താങ്ക്സ് പറയട്ടെ. ഒരു യാദൃശ്ചികമായിട്ട് ഞങ്ങളൊരു മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ സാറിനുള്ള നമ്മൾ ചെയ്ത ഒരു ആദരവ് ആ പരിപാടിയിൽ വെച്ചാണ് ഞങ്ങൾ പരിചയപ്പെടാൻ ഇടയായത്. അതിനുശേഷം ഇത്രയും പെട്ടെന്ന് തന്നെ എന്നെ ഇങ്ങനൊരു ഇത്രയും നല്ലൊരു പ്രോഗ്രാമിലേക്ക് എന്നെ വിളിച്ച് ജഡ്ജ് ചെയ്യാനുള്ള ഇത്രയും വലിയൊരു കടമ എന്നെ ഏൽപ്പിച്ചതിൽ ഒരുപാട് താങ്ക്സ് ഫോർ ട്രസ്റ്റിംഗ് ഇൻ മീ. താങ്ക്സ് എ ലോട്ട്. ആൻഡ് ഐ തിങ്ക് ഇതൊരു നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ഇന്നത്തെ പറഞ്ഞമാതിരി പ്രവാസികളായിട്ടുള്ള മലയാളികൾക്ക്. കേരളം വിട്ട് പുറത്തു പോയി കഴിഞ്ഞാൽ നമ്മൾ പല ഭാഷകളും കേൾക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ മലയാളം പാട്ടുകൾ ഇത്രയും ഭംഗിയായിട്ട്, അതും ജൂനിയേഴ്സിൽ ഇത്രയും സോങ്സ് സെലക്ഷൻ കണ്ടിട്ട് ഞാൻ തന്നെ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. കാരണം ഔട്ട്സൈഡ് കേരളത്തിലുള്ള കുട്ടികൾ മലയാളം പാട്ടുകൾ ഇത്രയും ഭംഗിയായി കേൾക്കുന്നുണ്ട്, ആൻഡ് അത് ഇത്രയും നന്നായി പഠിക്കുന്നുണ്ട് അറിയുമ്പോൾ വളരെ സന്തോഷം. അതും പുതിയ പാട്ടുകളല്ല, അധികം പഴയ പാട്ടുകൾ, പ്രത്യേകിച്ചും താനേ തിരിഞ്ഞും. ആക്ച്വലി ഞങ്ങൾ മൂവ്ഡ് എ ലോട്ട്. പക്ഷേ ഷീസ് ഫ്രം കേരള, അത് വേറെ കാര്യം. പക്ഷെ എന്നാലും ഒരുപാട് കുട്ടികൾക്ക് ഈ പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊടുക്കുന്നത് ഒരു വലിയൊരു കാര്യമാണ്. ആൻഡ് ഓൾ ഓവർ ഇന്ത്യ ഇത് ചെയ്യുന്നുണ്ടെന്ന് അറിയുമ്പോൾ ഇറ്റ്സ് റിയലി എ ഗ്രേറ്റ് ഇനീഷ്യേറ്റീവ്. ഇതിൻ്റെ ഭാഗമാവാൻ കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷം. ആൻഡ് ടാലൻസ് കണ്ടിട്ട് എല്ലാവർക്കും നല്ല കഴിവ്. ഞാൻ ഒരു കുട്ടിയോട് പറഞ്ഞ മാതിരി ഓരോരുത്തരും യുണീക്കാണ്, എല്ലാവർക്കും എല്ലാം പാടാൻ പറ്റിയെന്ന് വരില്ല. സോ ശ്രീയേട്ടൻ പറഞ്ഞ മാതിരി ഞങ്ങൾക്ക് തന്നെ ചില സമയത്ത് കൺഫ്യൂഷനായിപ്പോയി. ഫസ്റ്റ് റൗണ്ടിൽ ഒരാൾ നന്നായി പാടി, സെക്കൻഡ് റൗണ്ടിൽ കുറച്ച് വീക്കാണ്. അപ്പോൾ നമ്മളിത് എങ്ങനെ ബാലൻസ് ചെയ്യും? അപ്പോൾ ഞങ്ങൾ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടാണ് ഒരു ഡിസിഷനിലേക്ക് എത്തിയത്. 1-2 ഇതിൽ എന്താ പറയുക, മാർക്കിങ്ങിൽ വളരെ നെക്ക് ടു നെക്കൊക്കെ വന്നിട്ടുണ്ട്. കാരണം 2 റൗണ്ടിലും വേറെ പെർഫോമൻസ് ചെയ്ത കാരണം. സോ എല്ലാവർക്കും പൊട്ടൻഷ്യൽ ഉണ്ട്. സോ അതുകൊണ്ട് പ്രൈസ് ഫസ്റ്റ് 3rd പ്ലേസ് വരെ വരാത്തവർ ഒരിക്കലും ഡിസപ്പോയിൻ്റ് ആവരുത്. നിങ്ങളുടെ സംഗീത യാത്ര തുടരുക. വീണ്ടും എവിടെയൊക്കെ പ്ലാറ്റ്ഫോം കിട്ടുമോ, എവിടെയൊക്കെ അവസരങ്ങൾ കിട്ടുമോ പ്രാക്ടീസ് ചെയ്ത് അവിടെയൊക്കെ പാടി നിങ്ങളുടെ സ്റ്റേജ് ഫിയർ ആയിക്കോട്ടെ, നിങ്ങളുടെ കോൺഫിഡൻസ് എല്ലാം ഇമ്പ്രൂവ് ചെയ്യുക.
അതാണ് എനിക്ക് പറയാനുള്ളത്. ആൻഡ് വിഷിങ് ഓൾ ദി ബെസ്റ്റ് ടു ഓൾ ഓഫ് യു. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും. സംഗീത ലോകത്തേക്ക് നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. വീണ്ടും എനിക്ക് ഈ ഒരു അവസരം തന്നതിന് താങ്ക് യു. ഫലപ്രഖ്യാപനമാണ്. ജഡ്ജിങ് പാനലിന് വേണ്ടി ശ്രീ കപാലം ശ്രീകുമാർ ഈ സമ്മാനിതരെ പ്രഖ്യാപിക്കുകയാണ് ഇപ്പോൾ. സൂപ്പർ സീനിയേഴ്സിലാണ് തുടങ്ങുന്നത്. അതിൽ 3rd പ്രൈസ് കിട്ടിയത് റോൾ ചെസ്റ്റ് നമ്പർ 311. ചെസ് നമ്പർ 311 സാരംഗി സുരേഷ് സ്റ്റേജിലേക്ക് വരണം. സാരംഗി സുരേഷ് സൂപ്പർ സീനിയർ 3ാം സ്ഥാനം. സർട്ടിഫിക്കറ്റ് മെമൻറ്റോയും സാരംഗി സുരേഷ് ഏറ്റുവാങ്ങും. മെമൻറ്റോ നൽകുന്നത് ഡോക്ടർ എ വി അനൂപ്. സർട്ടിഫിക്കറ്റ് നൽകുന്നത് ശ്രീ എം ശിവദാസൻ പിള്ള. സെക്കൻഡ് പ്രൈസ് ചെസ്റ്റ് നമ്പർ 306. സൂപ്പർ സീനിയർ 2ാം സ്ഥാനം ചെസ് നമ്പർ 306 മനേഷ് നെടുമ്പാൻ. മനേഷ് നെടുമ്പാൻ സ്റ്റേജിലേക്ക് വരണം. സർട്ടിഫിക്കറ്റ് ശ്രീ NR പണിക്കർ സമ്മാനിക്കും. അദ്ദേഹത്തിനുള്ള മെമൻറ്റോ ഡോക്ടർ എ വി അനൂപ് സമ്മാനിക്കും. First prize goes to chest number 304. സൂപ്പർ സീനിയർ ഫസ്റ്റ് പ്രൈസ് ചെസ് നമ്പർ 304 ഡോക്ടർ അമൃതരാജ് എസ് സ്റ്റേജിലേക്ക് വരിക. സർട്ടിഫിക്കറ്റ് നൽകുന്നത് ശ്രീ ബിനു ദിവാകരൻ. സീനിയർ വിഭാഗത്തിൽ 3rd പ്രൈസ് ഗോസ് ടു ചെസ്റ്റ് നമ്പർ 209. സീനിയർ വിഭാഗം 3rd പ്രൈസ് ചെസ് നമ്പർ 209 കൃഷ്ണാനന്ദ് ആർ. 3rd പ്രൈസ് കൃഷ്ണാനന്ദ് ആർ. സർട്ടിഫിക്കറ്റ് നൽകുന്നത് ശ്രീ MK നന്ദകുമാർ. മെമൻറ്റോ നൽകുന്നത് ഡോക്ടർ എ വി അനൂപ്. Second prize goes to chest number 210. സീനിയർ വിഭാഗം 2ാം സ്ഥാനം ചെസ് നമ്പർ 210 പാർവതി എസ് പ്രസാദ്. സർട്ടിഫിക്കറ്റ് നൽകുന്നത് ശ്രീ RK ശ്രീധരൻ. മെമൻറ്റോ സമ്മാനിക്കുന്നത് ഡോക്ടർ എ വി അനൂപ്. First prize goes to chest number 204. സീനിയർ വിഭാഗം 1ാം സ്ഥാനം ചെസ് നമ്പർ 204 ഭദ്ര കെ എ. സർട്ടിഫിക്കറ്റ് സമ്മാനിക്കുന്ന ശ്രീമതി ലത നമ്പൂതിരി. മെമൻറ്റോ സമ്മാനിക്കുന്നത് ഡോക്ടർ എ വി അനൂപ്. ജൂനിയേഴ്സിൽ 3rd prize goes to chest number 102. ചെസ് നമ്പർ 102 ജൂനിയർ അന്യ ജോസഫ്. Second prize goes to chest number 111. ജൂനിയർ സെക്കൻഡ് പ്രൈസ് ചെസ് നമ്പർ 111 വിവാൻ അജയ് മേനോൻ. സർട്ടിഫിക്കറ്റ് സമ്മാനിക്കുന്നത് അഡ്വക്കേറ്റ് MK ഗോവിന്ദൻ. മെമൻറ്റോ സമ്മാനിക്കുന്നത് ശ്രീ M ശിവദാസൻ പിള്ള. ഇത് സെമി ക്ലാസിക്കൽ വന്നപ്പോൾ മാറി മറിഞ്ഞ ഒരു ഗ്രൂപ്പാണ് ഈ ജൂനിയർ. ജൂനിയേഴ്സിൽ ഫസ്റ്റ് പ്രൈസ്
ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു 105. ജൂനിയർ ഫസ്റ്റ് പ്രൈസ് ചെസ് നമ്പർ 105 കൃഷ്ണ VS. ഞങ്ങളെ എല്ലാവരെയും സ്തംഭിപ്പിച്ച ഒരു കുട്ടിയാണ്. സന്തോഷം കൊണ്ട് ഞങ്ങളൊക്കെ കരഞ്ഞുപോയ ഒരു നിമിഷമായിരുന്നത്. കൃഷ്ണ VSന് സർട്ടിഫിക്കറ്റ് സമ്മാനിക്കുന്നു ശ്രീ M. ശിവദാസൻ പിള്ള. മെമൻറ്റോ നൽകുന്നു ഡോക്ടർ AV അനൂപ്. ഇനി വിജയികളുമായി അതിഥികൾ ഒരു ഫോട്ടോയ്ക്ക് ശേഷം ശ്രീ T. മാധവൻ നന്ദി പ്രകടനത്തോടെ ഇന്നത്തെ ഈ സോണൽ കലോത്സവം സമാപിക്കും. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും നന്ദി പറയുകയാണ്. ഇന്ന് രാവിലെ 7:30 മുതൽ ഇവിടെ പാർട്ടിസിപ്പൻസും അവരുടെ രക്ഷിതാക്കളും വന്നു. ഇപ്പോൾ 7:30 മണിയായി. ഏകദേശം 12 മണിക്കൂർ ഈ നമ്മളുടെ പരിപാടി നല്ല സന്തോഷത്തോടു കൂടിയും സഹനത്തോടു കൂടി ഇരുന്നതിന് വീണ്ടും നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.